ഇപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ, മഴ നിന്നാലും ഒരു മൂടിയൊരിതും കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ ഈ കിളികൾ ഇതിൻ്റെ ശബ്ദം കൂടെ കേൾക്കുമ്പോൾ നല്ല ഭംഗി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കപ്പളങ്ങ അല്ല കേട്ടോ കണ്ടത്. അത് നമ്മുടെ ആ ചെടിയിൽ എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞില്ലേ, കുമ്പളാണോ കുക്കുംബറാണോ എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു മുട്ട് കണ്ടു. അപ്പോൾ അത് വിരിയുമല്ലോ, ആ ഒരു സന്തോഷത്തിലായിരുന്നേ. പിറ്റേ ദിവസം ആയപ്പോഴത്തേ അത് വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറേ തന്നെ വേറൊരു മുട്ടോടെ വന്നിട്ടുണ്ട്. തുരുതുര കുറേ മുട്ടുകളായിട്ടുണ്ട്. ഇതൊന്ന് ആയി കിട്ടിയാൽ മതി എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ ഈ കിളിർത്ത് നിൽക്കുന്ന നമ്മളുടെ പെരിഞ്ചീരകമാണ്. അത് കുറേ കിളിർത്തിട്ടുണ്ട്. അത് വീണ്ടും മഴയൊക്കെ പെയ്ത് തുടങ്ങി. ഇതൊരു 1-2 ദിവസത്തെ പല ക്ലിപ്പിങ്സ് ആയിട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നും രാവിലെ നോക്കിയപ്പോൾ തന്നെ കുറേ പൂക്കളുണ്ടായിരുന്നു. അതിൽ ഒരു പൂവ് വിരിഞ്ഞത് ഒരെണ്ണം വാടിയിട്ടുണ്ട്. പിന്നെ അടുത്ത കമ്പിലൊക്കെ അടുത്തൊക്കെ ആവുന്നുണ്ട്. ഇതൊന്ന് കായായി കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ്. നമ്മുടെ പയർ ചെടിയൊക്കെ നന്നായിട്ട് മഴയൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 3-4-5 പയർ, ഒരു 5-6 പയർ ഒരുപോലെ ഒരേ ഇതിലായിട്ടുണ്ട്. അപ്പോൾ അത് പുഴുവൊക്കെ തിന്നാണ്ട് ആണെങ്കിൽ, ഇത് നന്നായിട്ട് പുഴു പിടിക്കുന്നുണ്ട്. ഇതിൽ പുഴു തിന്നാണ്ടാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞി തോരൻ വെക്കാനുള്ളതൊക്കെ കിട്ടും. നിറയെ പൂ കുത്തുന്നുണ്ട്. ചൂടായിരുന്ന സമയത്താണ് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. ഇതിലും നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ആകുന്നുണ്ട്. അതിൽ കുറേയൊക്കെ പൂ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ചിലതിങ്ങനെ വാടി നിൽപ്പുണ്ട്. കാ പിടിക്കും എന്ന് വിചാരിക്കുന്നു. ഇവനൊരു വില്ലനാണ് കേട്ടോ. ഇതിൽ ഇരുന്ന് ഈ ഇലയൊക്കെ തിന്നുന്ന കാണാം. കുറേ ഉണ്ട് കേട്ടോ. ഇതുങ്ങളിങ്ങനെ കൂട്ടത്തോടെ വന്നിരുന്ന് അനങ്ങാണ്ടിങ്ങനെ ഇരിക്കും. പക്ഷെ അത് കഴിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ കുറേ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് ഒരു താങ്ങൊക്കെ കൊടുത്തു. ആൾ നല്ല പൊക്കം വെച്ചു, അധികം മണ്ണയില്ല, നല്ല പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ചെടിയൊക്കെ പറിച്ച് മാറ്റിയിട്ട് അവിടെ വേറെ 10 മണിയൊക്കെ വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ മുട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിലൊരു മഞ്ഞപ്പൂവ് കുഞ്ഞത് വിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.